Am I audible, Sharath? Hello? കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറെ കേൾക്കാം. Hello. Hi everyone. Can you hear me? Am I audible? All right. Thank you so much. Thank you everyone. നമ്മുടെ ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാണിക്കുന്നുണ്ട്, എന്താന്നുള്ളത് അറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്കണക്ട് ആയി പോകുന്നു. എൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തോ ഒരു എറർ പോലെ കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി പേഷ്യന്റ്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. Okay, it was so refreshing. Thank you so much. Okay, Nimi, thank you so much. Thank you so much. So people are here. ഒരുപാട് പേര് ഇവിടെ നമ്മുടെ ഈ ഒരു ഓരോ ദിവസവും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആൾക്കാർ കൂടുന്നുണ്ട്. നമ്മളുടെ മെഡിറ്റേഷനിൽ ആൾക്കാർ കൂടി വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ആർ യു റെഡി? ഇന്ന് നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഒന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമുക്കൊരു Q&A സെഷൻ ആയിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ അതാണ്. അതല്ലെങ്കിൽ ഒരു സെഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകണം. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. സെഷൻ ആണോ നല്ലത്, അതെല്ലാം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളവരുണ്ടാവാം, പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അപ്പൊ പലപ്പോഴും എന്താ വെച്ചാൽ, ഞാനിങ്ങനെ വന്നിട്ട് എല്ലാ ദിവസവും ഓരോ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, വെരി ഗുഡ്. റാഷിദ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഹൗ ടു ഓവർകം ഫിയർ. ഹൗ ടു ഓവർകം ഫിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഭയം എങ്ങനെ നമുക്ക് മറികടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഭയം മറികടക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയം വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭയം വരുന്നത് അജ്ഞതയിൽ നിന്നാണ്, അറിവില്ലായ്മയിൽ നിന്നാണ്. അപ്പൊ ഭയം ഉണ്ടാകുന്നതിന് ഒരു സോഴ്സ് അതാണ്. പല സോഴ്സുകളുണ്ട്, പല സാഹചര്യങ്ങൾ പലതാണ്. അപ്പൊ എല്ലാ ഭയങ്ങൾക്കും ഒരേപോലെ നമുക്ക് ഒറ്റ സൊല്യൂഷൻ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു പൊതുവെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഓപ്ഷൻ ഇതാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ ഭയം വരുന്നത് ആ ഭയം നിങ്ങളായിട്ട് ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കാം ചിലപ്പോൾ. അതായത് എനിക്ക് ഒരു ആങ്സൈറ്റി എന്ന് പറയും. ആങ്സൈറ്റി, ചിലർക്ക് ആങ്സൈറ്റി പോലുള്ള ഭയം ഉണ്ടാവും. എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള തിങ്കിങ്, ഓവർ തിങ്കിങ് മൂലം. അപ്പൊ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ തന്നെ ചിന്താ രീതിയുടെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. ചില കേസിൽ എന്താ വെച്ചാൽ ആങ്സൈറ്റി രൂപത്തിലേക്ക് അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ അത് സംഭവിക്കോ, ഇവിടെ അത് സംഭവിക്കോ, ഞാൻ മരിച്ചു പോവോ, ഇങ്ങനെ വല്ലാണ്ട് ഭയം വരുന്ന അകാരണമായിട്ടുള്ള ഭയങ്ങൾ വരുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് നമ്മൾ തേടേണ്ടി വരും. ചില കേസിൽ, എക്സ്ട്രീം കേസിലാണ് പോകുന്നതെങ്കിൽ വല്ലാത്ത ചില കാര്യങ്ങളൊക്കെ തോന്നുക, അവിടെ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയുണ്ട്, എന്താ പറയുക, ഒരു കുറച്ചുകൂടെ എന്താ വെച്ചാൽ നമുക്ക് ഇല്ലാത്തതൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില സംഗതികൾ, ഹലൂസിനേഷൻ പോലുള്ള ചില സംഗതികൾ, അത്തരത്തിലുള്ള കേസിൽ ചിലപ്പോൾ ഈവൻ സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് വരെ ചിലപ്പോൾ തേടേണ്ടി വരാം. അതായത് എക്സ്ട്രീം കേസിൽ പോയി കഴിഞ്ഞാൽ. ഇത് ഞാൻ ഓരോ കേസുകൾ പറയാണ്. ഇനി അതൊന്നുമല്ല, ജസ്റ്റ് സാധാരണ ഒരു ഭയമാണ്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴേക്കും ഭയം വരികയാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഭയങ്ങൾ ഉണ്ടാകാം. അതായത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ഭയം, അല്ലെങ്കിൽ ഫെമിലിയാരിറ്റി ബ്ലോക്ക് എന്ന് പറയും. ഫെമിലിയാരിറ്റി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. ഇപ്പൊ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ ഭയം, ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭയങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലത് ഫോബിയാസ് ഉണ്ട്. ഫോബിയാസ് ഭയങ്കര ഈ പറഞ്ഞിരിക്കുന്ന പോലെ സൈക്കോളജിക്കൽ സപ്പോർട്ട് തേടേണ്ടതാണ്. അതല്ലാതെ നമുക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സ്റ്റേജിൽ കയറുന്ന ഭയം, അല്ലെങ്കിൽ ആൾക്കാരെ കാണുമ്പോഴുള്ള ഭയം, ഇത്തരത്തിലുള്ള പല സംഗതികളും നമുക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷനിൽ നമ്മളുടെ പ്രാക്ടീസിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഷ്വലൈസ് ചെയ്യാം. അതായത് നമ്മൾ എന്താണോ ഭയപ്പെടുന്ന കാര്യം അത് കണ്ടിന്യൂസ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇട്ടിട്ട് നമ്മുടെ മൈൻഡ് പവർ ടൂൾ പ്രകാരം വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ സ്റ്റേജ് ഫിയർ ആണോ ഉള്ളത് എങ്കിൽ സ്റ്റേജിലേക്ക് കയറുന്നതായിട്ട് മനസ്സിൽ കാണുകയും എന്നിട്ട് നിങ്ങൾ ആൾക്കാരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യാം.
ഇതൊരു നിങ്ങൾ എന്താ വെച്ചാൽ ഒരുപാട് തവണ, അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഏറ്റവും ചുരുങ്ങിയതുണ്ട്, ചില കേസിൽ അത് 30 ദിവസം 40 ദിവസം അല്ലെങ്കിൽ ചില കേസിൽ 90 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നിങ്ങളുടെ പരമാവധി സമയം എത്ര തവണയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ത് ചെയ്യും? അങ്ങ് മാറിക്കിട്ടും. എങ്ങനെ മാറുന്നത്? സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്താണ് റിയാലിറ്റി, എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവില്ല. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് യാഥാർത്ഥ്യത്തിലുള്ള ഒരു ശരിക്കും സ്റ്റേജിൽ വേറിട്ട് പ്രസംഗിക്കുക അല്ലെങ്കിൽ പോലും സബ് കോൺഷ്യസ് മൈൻഡിന് അത് ഫെമിലിയർ ആയി തുടങ്ങും. സോ യു പ്രാക്ടീസ് വാട്ട് യു ആർ സ്കെയർഡ് അബൌട്ട്. നിങ്ങൾ എന്താണോ സ്കെയർ ചെയ്യുന്നത്, പേടിക്കുന്നത്, അത് ഇതേപോലെ വിഷ്വലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേടി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. രണ്ടാമത്തെ കാര്യം, അതായിട്ട് നിങ്ങൾ അഭിനയിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നതും ഒരു തരത്തിൽ അഭിനയം പോലെയാണ്. അതുപോലെ ഞാനായിട്ട് ചെയ്തിരുന്നത്, എനിക്ക് എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചേഴ്സിനോട് ഒരു ആൻസർ ചോദിക്കാൻ, എണീറ്റ് നിന്ന് ആൻസർ ചോദിക്കാൻ പേടിയായിരുന്നു. കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ജഡ്ജ് ചെയ്യുമെന്നുള്ള പേടി. അപ്പൊ ആ ഒരു എന്താ പറയുക, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്താഗതി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ ഫേസ് ചെയ്ത് പ്രോപ്പറായിട്ടും എണീറ്റ് നിന്ന് കാര്യങ്ങൾ ചോദിക്കാൻ ഭയമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അത്തരത്തിലുള്ള ഫിയർ നമുക്കുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ചെയ്തൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫിയർ മാറാൻ ഞാനിപ്പോ എത്രയോ സ്റ്റേജുകളിൽ കയറി പ്രസംഗിച്ച് സംസാരിച്ച് ഇറങ്ങി പോരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ ഈ ഒരു പേടി ഉണ്ടായിരുന്നു. ഞാൻ അതെങ്ങനെ ഓവർകം ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ വാതിലടച്ചിട്ട് എല്ലാ ദിവസവും എനിക്ക് വേണ്ട ഒരു സ്റ്റേജ് ഞാൻ മനസ്സിൽ കാണും. എന്നിട്ട് കണ്ണടച്ചിട്ട് എന്ന് വെച്ചാൽ എന്റെ റൂമിൽ നിന്നിട്ട് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന പോലെ നിന്നിട്ട് ഞാൻ അഭിനയിച്ച് പ്രസംഗിക്കും. ദാറ്റ് മീൻസ് ലൈക്ക് അതൊരു പവർഫുൾ വിഷ്വലൈസേഷനിലേക്ക് ഇൻകാന്റേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടെ ഉൾപ്പെടുത്തുകയാണ്. അതായത് ഞാൻ അതിലേക്ക് എന്താ വെച്ചാൽ എന്റെ ശരീരം കൂടെ ചലിപ്പിച്ചിട്ട് ഫീൽ ചെയ്തുകൊണ്ട് എന്താ വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പേടിക്കുന്ന കാര്യം ചെറിയ അളവിൽ ചെയ്തു തുടങ്ങുക, വലിയ അളവിൽ ചെയ്യാതിരിക്കുക, ചെറിയ അളവിൽ ചെയ്തു തുടങ്ങുക. രണ്ടാമത്തെ കാര്യം, പേടിക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ പേടിക്കുന്ന ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ ആ ചിന്തയെ എന്റർടൈൻ ചെയ്യാതിരിക്കുക. അതിനോട് പറയുന്നത് ക്യാൻസൽ. ആ ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ പറയേണ്ടത് ക്യാൻസൽ. എല്ലാം നല്ല രീതിയിൽ നടക്കും. ക്യാൻസൽ. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. എവറിത്തിങ് വിൽ ബി ഫൈൻ. ഐ ഡോണ്ട് നോ. എവറിത്തിങ് വിൽ ബി ഫൈൻ. മാജിക്കലി എവറിത്തിങ് വിൽ ബി ഫൈൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ചില കമാൻഡുകൾ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള ഫിയറുകൾ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിമറിക്കാം. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നീന്തൽ പേടിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ എന്ന് വെച്ചാൽ അതിന് പ്രാക്ടീസ് അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ സപ്പോർട്ടിൽ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തം പഠിക്കുക, ഒരു നീന്തൽ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വേറെ ഏതെങ്കിലും ബൈക്ക് ഓടിക്കാൻ, വാഹനം ഓടിക്കാൻ പേടിയാണ്, ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ മെഡിറ്റേഷനിലൂടെയും. ഇനി ചില കേസിൽ എന്താ വെച്ചാൽ ട്രോമ മൂലം പേടി വരും, ഭയങ്കരമായിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസോട് പേടി വരുന്നതാണെങ്കിൽ അതിന് തെറാപ്പി തന്നെ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റുകളുടെ സഹായം തേടാം, തെറാപ്പിസ്റ്റുകളുടെ സഹായം തേടാം. നമ്മളുടെ തന്നെ ഒരു കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാം. EFT എന്ന് പറയുന്ന കോഴ്സ് വരുന്നതാണ്. ആ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കും. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? പഠിച്ചിട്ട് എന്ത് ചെയ്യാം? അതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഭയത്തെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി അത് പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹോപ്പ്. ഞാൻ റാഷിദ് ആ ചോദ്യത്തിനുള്ള ആൻസർ നൽകി എന്ന് വിചാരിക്കുന്നു. ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ റാഷിദ്? ഹെൽപ്ഫുൾ ആണോ? ഓക്കെ, ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ. മറ്റുള്ളവരുടെ, യെസ്, വെരി ഗുഡ്, താങ്ക് യു. മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? റഹീമ, മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ പെരുമാറ്റം ഇമോഷൻസിനെ ബാധിക്കാതിരിക്കണമെങ്കിൽ പരമാവധി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ്. അതായത് അത്തരത്തിലുള്ള നെഗറ്റീവായി നമ്മളോട് പെരുമാറുന്ന, വിഷമിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. എന്നാൽ ചില ആൾക്കാർ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും നമുക്ക് എന്താകും? ഒരു പ്രശ്നമായിട്ട് മാറും. അവരിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ ശക്തമായിട്ടുള്ള ഗോളുകൾ നമുക്ക് ഉണ്ട് എങ്കിൽ, നമ്മളുടേതായിട്ടുള്ള
ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തിച്ചു പോകാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സമയമുണ്ടാവില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുക, അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താ വെച്ചാൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല, നമ്മുടെ ചെവിയിലേക്ക് എത്തില്ല. കാരണം അതിലേറെ പ്രാധാന്യത്തിൽ നമ്മൾ കൊടുക്കുന്ന മറ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അവരുമായിട്ട് അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കാതിരിക്കുക. നമ്മളൊരു ഇമോഷണലെസ് ആയിട്ട് എന്ത് ചെയ്യുക? നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ മെത്തേഡ് ഉണ്ട്, ബബിൾ മെത്തേഡ് എന്ന് പറയും. ബബിൾ പ്രൊട്ടക്ഷൻ മെത്തേഡ്. ബബിൾ പ്രൊട്ടക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇത്തരത്തിലുള്ള ആൾക്കാർ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നത്, ഞാൻ ഒരു പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ ഒരു ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണ കവചം എന്നാൽ കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിഷ്വലൈസ് ചെയ്യും. അപ്പൊ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കേണ്ടത് അത് ഇവിടെ വന്ന് വീഴുന്നു, ഇവിടെ വരെ വരും, ആ നമ്മളുടെ സംരക്ഷണ കവചത്തിൽ തട്ടിയിട്ട് അത് ഇല്ലാണ്ടാവും എന്ന് മനസ്സിൽ എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യും. അതേപോലെ തന്നെ അവരോട് എന്ത് ചെയ്യുക? ഫോർഗീവ് ചെയ്യുക. അവരങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഫോർഗീവ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ഈസി അല്ല. ഫോർഗീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മളത് ഫോർഗീവ് ചെയ്യുക. ഓരോന്നും ഫോർഗീവ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ ക്യാൻസൽ എന്ന് പറയാം. അതായത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിട്ട് ക്യാൻസൽ പറയാം. നമുക്കത് വേണ്ട, നമുക്കത് കേൾക്കണ്ട. ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇറ്റ്സ് വെരി പവർഫുൾ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അറിവില്ലാത്ത ആൾക്കാരും കഴിവില്ലാത്ത ആൾക്കാരും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മളോട് പറയും. അറിവില്ലാത്ത ആൾക്കാരും കഴിവില്ലാത്ത ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. ആ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? കേട്ടിട്ട് നമ്മൾ അതിൽ വിശ്വസിച്ചിട്ട് നമ്മൾ വലിയൊരു എന്താകരുത്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? വല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇറങ്ങി ചിന്തിച്ച് കൊടുക്കരുത്. ഇത്തരത്തിലുള്ള ആൾക്കാർ എന്താ വെച്ചാൽ അറിവില്ലാത്ത ആൾക്കാർ പലതും പറയും അങ്ങനെ അയാൾക്ക് അറിയാത്തത് കൊണ്ടാണ്, അയാൾക്ക് എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള പക്വത ഇല്ലാത്തത് കൊണ്ടാണ്, അയാൾ ഒരു പാവമാണ് എന്നുള്ള രീതിയിൽ. മറ്റൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന, അയാളെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന രൂപത്തിൽ കാണുക, ചെറിയവനായിട്ട് കാണുക. അറിവില്ലാത്ത ആ കുട്ടികൾ പലതും പറയും. ഇപ്പൊ ഒരു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വഴിയിൽ ഭ്രാന്തനായിട്ടുള്ള ഒരാള് നിങ്ങളെ നോക്കിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? അതിൽ നിങ്ങൾ വല്ലാണ്ട് വിഷമിച്ചു. അത് വല്ലാണ്ട് വിഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്തത്? അയാൾ എന്തും പറഞ്ഞോട്ടെ, അയാൾക്ക് ബുദ്ധിയില്ല. ചില സമയങ്ങളിൽ ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഒരു ലാഘവത്തോടു കൂടി എടുക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ എന്ന് എനിക്ക് അറിയില്ല. ട്രൈ വട്ട് എവർ ദാറ്റ്. പിന്നെ എല്ലാവരെയും മനസ്സിലാക്കുക. ചില ആൾക്കാർ എന്താ വെച്ചാൽ ഹേർട്ട് പീപ്പിൾ. ഇനി ഇതിന്റെ വേറൊരു വേർഷനാണ് പറയാൻ പോകുന്നത്, കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിട്ടുള്ള വേർഷൻ. അതായത് ചില ആൾക്കാർ വേദനിച്ച വ്യക്തികൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ ഓൾറെഡി വേദനിച്ചവരാണ്, അവർ ഇരകളാണ്, അവരുടെ ലിമിറ്റും ബിലീഫിലുള്ള പ്രശ്നമാണ്, അവരുടെ മൈൻഡിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ ഈ മൈൻഡ് പവർ കോഴ്സ്, നമ്മുടെ മൈൻഡ് പവർ കോഴ്സ് വരുന്നുണ്ടല്ലോ 5-ാം തീയതി നടക്കുന്നത്, ആ മൈൻഡ് പവർ കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് പവർ ഭയങ്കരമായിട്ട് കൂടും. നിങ്ങളുടെ മൈൻഡ് പവർ ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാതെ വരും. കാരണം നിങ്ങളൊരു വേറെ റിയാലിറ്റിയിലാണ് നിങ്ങളൊരു മറ്റുള്ളവരുടെ റിയാലിറ്റിയിൽ നിന്ന് ആ റിയാലിറ്റി ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് നിങ്ങൾ വേറെ റിയാലിറ്റിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് തന്നെ ഭയങ്കരമായിട്ട് പവർഫുൾ ആണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തെ കോഴ്സാണ്, ഓൺലൈനിലാണ് നടക്കുന്നത്, സൂം പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാം. അതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ ഡെപ്തിൽ നിങ്ങളുടെ എന്താണ് മനസ്സ്, എങ്ങനെയാണ് മനസ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. റഹീമ ചോദിച്ചതോട് പറയാണ്. അപ്പം അതിൽ ആദ്യഘട്ടം എന്ന് വെച്ചാൽ 3 ലെവലുകളുണ്ട്. ആദ്യഘട്ടത്തിൽ വെച്ചാൽ എന്താണ് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മൈൻഡിന്റെ ശക്തി എങ്ങനെ കൂട്ടാം, മൈൻഡിന്റെ പവർ എങ്ങനെ കൂട്ടാം, മൈൻഡ് നമുക്ക് എന്താ വെച്ചാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ മൈൻഡിനെ സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകുന്നതിന്റെ കാരണം നമ്മളുടെ ഉള്ളിലെ ട്രോമയും നെഗറ്റീവ് ഇമോഷൻസും ലിമിറ്റിംഗ് ബിലീഫുകളും ഇമോഷണൽ ബ്ലോക്കുകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ആ ഇമോഷണൽ ബ്ലോക്കുകളെയും നെഗറ്റീവ് ഇമോഷൻസിനെയും സംഗതികളെയും ഒക്കെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം, എന്നിട്ട് മനസ്സിനെ എങ്ങനെ ശക്തി പ്രാപിക്കുന്ന രൂപത്തിലേക്ക് നല്ല രീതിയിലേക്ക് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ ഉള്ളിലുള്ള അപാരമായ ശക്തി, മൈൻഡ് പവറിന്റെ ശക്തി എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൈൻഡിനെ
സെറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഗോളുകൾ ഓരോന്ന് സെറ്റ് ചെയ്യും ആ ഒരു കോഴ്സിൽ. ആ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടെന്ന് വെച്ചാൽ ആ ഗോളുകളിലേക്ക് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഷോർട്ട് കട്ടുകളും മെത്തേഡുകളും പഠിപ്പിക്കും. വിജയിച്ചിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഓരോ മേഖലകളിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം എന്നുള്ള മൂന്നാമത്തെ പാർട്ടും പഠിപ്പിക്കും. അങ്ങനെ വ്യക്തമായിട്ട് ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. ഇതിലേക്ക് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം, ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് റിസൾട്ട് കൂടുതൽ കൊണ്ടുവരുന്നത്, അബണ്ടൻസ് കൂടുതൽ കൊണ്ടുവരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഡെപ്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 10 days ഇന്റൻസീവ് ആയിട്ടുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സാണ്. വരാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം, നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ചെയ്യാം. ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത് 10,000 rupees ആണ്. പക്ഷേ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ കോഴ്സിലേക്ക് എന്താ വെച്ചാൽ 7,000 rupees ഇതിന് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു പേഴ്സണൽ കോച്ചിനെ വെച്ച് തരുന്നുണ്ട്. നമ്മളുടെ ഈ 10 days പ്രോഗ്രാമിന് പുറമെ 21 days നിങ്ങൾക്ക് എന്തുണ്ടാവും, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ PCS സപ്പോർട്ടും ഉണ്ടാവും. അതായത് ടോട്ടൽ ഒരു 30 days നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു 30 days ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ആണ്. അമേസിംഗ് ഇൻഡെപ്തിൽ വർക്ക് ബുക്ക് നൽകും. ആ വർക്ക് ബുക്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസേഷൻ ആണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള യഥാർത്ഥ മൂലകാരണം കണ്ടെത്തി അതിനുള്ള നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്, നിങ്ങളുടെ ബ്ലോക്കുകൾ, ഏത് ട്രോമയാണ് നിങ്ങൾക്ക് കാരണമായത്, ആ ട്രോമ എങ്ങനെ പരിഹരിക്കാം, ഹീൽ ചെയ്യാം, എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ലൈഫ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. ടോട്ടൽ ഒരു ലൈഫ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോഗ്രാം. ഇറ്റ്സ് ആൻ അമേസിംഗ് പ്രോഗ്രാം. കം ആൻഡ് അറ്റൻഡ് ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, എനിവേ ആ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് പാസ് ചെയ്തതെന്നുള്ളൂ. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടീം മെമ്പേഴ്സ് പ്ലീസ് ഡു ദാറ്റ്. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആണ് ഇന്നത്തെ സെഷൻ. ബിക്കോസ് പീപ്പിൾ വിൽ ബി ആസ്കിങ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് മറ്റു പലർക്കും ഉപകാരപ്പെടും. അപ്പൊ ഇനി ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലേക്ക് വരാം. എത്ര ശ്രമിച്ചിട്ടും ഓക്കെ സ്റ്റേജ് ഫിയർ ഉണ്ട്, മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെ നമ്മുടെ ഇമോഷൻസ് മതി. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ റഹീമ അത് ക്ലിയർ ആയിട്ട് നാം വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് സച്ച് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, എത്ര ശ്രമിച്ചിട്ടും ഓവർ തിങ്കിങ് മാറുന്നില്ല, മെഡിറ്റേഷൻ കൂടുതൽ ടൈം ആകുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ഒരു സെഷൻ കേൾക്കുന്ന ആൾക്കാർ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ സെഷനിൽ ഇരിക്കട്ടോ. അന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ Q&A സെഷൻ ആണല്ലോ എന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ എനിക്ക് നൽകാൻ കഴിയും. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നതും ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഇത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് നിങ്ങളുടെ ലൈഫിലേക്കുള്ള പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് ടെക്നിക്കുകളും മെത്തേഡുകളും നമ്മൾ ഇവിടെ പറയും. ഇതുവരെ പറഞ്ഞത് യൂസ്ഫുൾ ആണോ? ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ജസ്റ്റ് കമന്റ് ഡൗൺ യൂസ്ഫുൾ ഓർ ഇൻട്രസ്റ്റിംഗ്. നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ, പുതിയ നോളജ് കിട്ടി, ന്യൂ നോളജ് കിട്ടി, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഐ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ. ബിക്കോസ് ഐ വാണ്ട് ടു നോ വെദർ ഐ ഷുഡ് കണ്ടിന്യൂ ദിസ്. ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് യൂസ്ഫുൾ? വെരി യൂസ്ഫുൾ ആണ്. വെരി ഗുഡ്. സോ ഞാൻ ഇതുവരെ പറയാത്ത കുറേ സംഗതികൾ എന്ത് ചെയ്യും, നമുക്കിവിടെ പറയാൻ അവസരം കിട്ടും. കാരണം ഒരു ടോപ്പിക്കിലൂടെ മാത്രമല്ലേ നമ്മൾ പോവുക, അതിന് പകരം നിങ്ങൾ ചോദിക്കുക. അപ്പൊ എല്ലാവരും ഇരുന്ന് കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എത്ര ശ്രമിച്ചിട്ടും ഓവർ തിങ്കിങ് മാറുന്നില്ല, മെഡിറ്റേഷൻ കൂടുതൽ ടൈം ആകുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നു. ഓക്കെ, അഷ്ന, അതായത് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓവർ തിങ്കിങ് കുറയുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഓവർ തിങ്കിങ് നമ്മൾ പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസൽ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുകയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓവർ തിങ്കിങ്ങിനുള്ള മെത്തേഡ്. അതായത് നമുക്ക് ഓവർ തിങ്കിങ് ചെയ്തു വരുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് ഓവർ തിങ്കിങ് വരികയാണ്. അപ്പൊ അതൊരു ചിലപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു പരിധിക്ക് ഈ ഓവർ തിങ്കിങ് വരുന്ന സമയം ക്യാൻസൽ പറഞ്ഞ് നമ്മൾ കൊടുക്കുക. മറ്റൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ള ചോദിക്കാം. അഷ്നയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കാം. ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ട്, ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ട് അതിന് സഹായിക്കുന്ന തരത്തിലുള്ള ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ വീഡിയോസ് മാത്രം കാണും. വേറെ ഒരു സംഗതികളും കാണാൻ പറ്റും. നെഗറ്റീവായിട്ടുള്ള ഒരു ചർച്ചകളോ സംഗതികളോ കാര്യങ്ങളോ ഉൾപ്പെടുത്താതിരിക്കാം. ഇത്തരത്തിലുള്ള മോട്ടിവേറ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന, യൂസ്ഫുൾ ആയിട്ടുള്ള നോളജ് മാത്രം കണ്ടു കഴിഞ്ഞാൽ ബ്രെയിനിൽ എന്താണോ, നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ ബ്രെയിനിൽ എന്താണോ ചിന്തിക്കുന്നത് അത് ഡൊമിനന്റ് ആയിട്ട് വരികയും അത് വലുതാവുകയും ചെയ്യും. അതിന് കൂടുതൽ ഫോക്കസ്, എന്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് കൂടുതലായിട്ട് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ഈ ഓവർ തിങ്കിങ് ഒരു അസുഖമല്ല, അത് പോസിറ്റീവായ തിങ്കിങ്ങിലേക്കാണ് പോകുന്നതെങ്കിലോ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ്. നെഗറ്റീവായ രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നമാകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ,
നിങ്ങൾക്ക് അതൊരു പവർഫുൾ ഫോഴ്സ് ആക്കി മാറ്റാം. ഓവർ തിങ്കിങ്ങിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിങ്കിങ് ആയിട്ട് കാണാം. ഇന്റൻസീവ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നു, അതിലൂടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനും നമ്മുടെ ലൈഫിൽ നമ്മുടെ കരിയറിലേക്ക് നമുക്ക് നല്ല രീതിയിലേക്ക് റിസൾട്ട് കൊണ്ടുവരാനും നമുക്കത് സഹായിക്കാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഗോൾ, നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ പറയുക, നിങ്ങൾക്ക് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഗ്ലാസ് എടുക്കണം. ഓക്കെ, ആ വലിയ ഗ്ലാസ് എടുത്തിട്ട്, ഓക്കെ, ഇപ്പൊ ഈ ഒരു കപ്പ് എടുക്കാം ഒരു എക്സാമ്പിൾ. ഓക്കെ, ഈ ഒരു ഗ്ലാസ് കപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ഹാഫ് ഗ്ലാസ് ഞാൻ എന്ത് ചെയ്തു? പെപ്സി ഒഴിച്ചു. പെപ്സി ഒഴിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഗ്ലാസ് പെപ്സി ഒഴിക്കുമ്പോൾ അതിന്റെ കളർ എന്തായിരിക്കും? അതിന്റെ കളർ എന്തായിരിക്കും? ഒരു ഡാർക്ക് കളർ ആയിരിക്കും അല്ലെ? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ എല്ലാവരും എൻജോയ് ഇവിടെ ലിസൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ഡാർക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിരിക്കും അല്ലെ? അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഞാൻ എന്ത് ചെയ്തു? ഈ മിനറൽ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ ഇതിൽ നിന്ന് അതിലേക്ക് വെള്ളം ഒഴിച്ചു. ഓക്കെ, അങ്ങനെ പകുതി ഫുള്ളായി, ഗ്ലാസ് ഫുള്ളായി. ഗ്ലാസ് ഫുള്ളായ സമയത്ത് എന്തായിരിക്കും അതിന്റെ കളർ? അതിന്റെ കളർ എന്തായിരിക്കും? അപ്പൊ അതിന്റെ കളർ എന്തായിരിക്കും? കമന്റ് ആണ്. അപ്പോൾ അതിന്റെ കളർ എന്തായിരിക്കും? ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് മാറും. എസോർണോ? ഡാർക്ക് കളറിൽ നിന്ന് ലൈറ്റ് ബ്രൗണിലേക്ക് മാറും. പക്ഷെ ഞാൻ നിർത്തിയില്ല, ഞാനിങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഞാനിങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം എന്തായി മാറും? അയാൾ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും അല്ലെ? അവസാനം നിർത്താതെ ഒഴിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം ഇതിൽ എന്തായി ബാക്കി മാറും? പ്യുവർ വാട്ടർ മാത്രം, വെറും വെള്ളം മാത്രമായിട്ട് മാറും. എസോർണോ? ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് ശരിക്കും ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മളാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്കെന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ചിന്തകൾ തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്കത് കൺട്രോൾ ചെയ്യാൻ തീരെ പറ്റുന്നില്ല. കാരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ശക്തമായ ഗോൾ ഉണ്ടെങ്കിൽ, ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അതെല്ലാം നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ഒരു പ്രത്യേക പാറ്റേണിൽ ബ്രെയിന് പോയിട്ടുണ്ടെങ്കിൽ യു നീഡ് തെറാപ്പി. സംടൈംസ് യു നീഡ് തെറാപ്പി. ആ തെറാപ്പി വേണ്ടി വരും. അപ്പൊ അതിനാണ് എന്താ വെച്ചാൽ തെറാപ്പിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് വരാം. വന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ തെറാപ്പി പഠിപ്പിക്കും. ആ തെറാപ്പികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്യാം. ആ തെറാപ്പികൾ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആ ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് കരകയറി പുറത്തേക്ക് വരാൻ പറ്റും. അപ്പൊ അതാണ് നമ്മളെന്ന് വെച്ചാൽ PCA സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ കോച്ചിങ് അസിസ്റ്റന്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു കോച്ച് നിങ്ങളെയും കൂടെ എന്ത് ചെയ്യും? ഹീൽ ചെയ്തുകൊണ്ടിരിക്കും, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ചില കേസിൽ ഈ പറഞ്ഞതുപോലെ എന്നിട്ടൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഓവർ തിങ്കിങ് ആണ്. വല്ലാണ്ട് എക്സ്ട്രീം ഓവർ തിങ്കിങ്. നിങ്ങളെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ പിടുത്തം വിട്ട് പോവാണ്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അശ്വിനിയുടെ കാര്യത്തിൽ. മനസ്സിലാവുന്നുണ്ട്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നുക, ഓവറായിട്ട് തിങ്ക് ചെയ്ത് തുടങ്ങും, ഭയങ്കരമായിട്ട് തളർന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? യു നീഡ് ടു ഗോ ആൻഡ് ഡയറക്ട്ലി ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണണം, കൺസൾട്ട് ചെയ്യണം. മേ ബി ചില കേസിൽ എന്താ വെച്ചാൽ യു നീഡ് എ മെഡിക്കേഷൻ സപ്പോർട്ട്. അങ്ങനെ ചില എക്സ്ട്രീം കേസിലാട്ടോ ഞാൻ പറയുന്നത്, എല്ലാവർക്കും അല്ല. അത് വളരെ റെയർ കേസിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില നേരത്തെ ഓവർ തിങ്കിങ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓവർ തിങ്കിങ് വരുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള ഒരു വ്യക്തമായ ഒരു ഗോൾ ക്ലിയർ കട്ട് ആയിട്ട് ഉണ്ടാവുകയും അതിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടാണ്, ചില തെറാപ്പി കൊണ്ട്, സിമ്പിൾ തെറാപ്പി കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ആ ഒരു ഗോളിനെ സഹായിക്കുന്ന ചിന്തകളും കാര്യങ്ങളും മാത്രം, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക, അത്തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോ, ഒന്നോ രണ്ടോ ചില മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ടാവും നിങ്ങളെ കണക്ട് ചെയ്യുന്നു. എന്നെ ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെയാണ്. എനിക്ക് ഈ ഓവർ തിങ്കിങ് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഓവർ തിങ്കിങ് പ്രശ്നം എനിക്ക് നന്നായിട്ട് ഉണ്ടായിട്ടാണ്, ഓവർ തിങ്കിങ്ങിൽ നിന്നാണ് ഞാൻ എന്റെ കരിയർ ബിൽഡ് ചെയ്തെടുത്തത്. മനസ്സിലാവുന്നു? നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ടൂൾ ആവുന്നതിന് പകരം പോസിറ്റീവായ ടൂളാക്കി മാറ്റും. എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പൊ അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഫോക്കസ് കൊടുത്തിട്ട് എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്നത്, എനിക്ക് മോട്ടിവേഷൻ തരുന്ന ഒരു വീഡിയോ 2011 ഞാൻ എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു വീഡിയോ കണ്ടത്, ഇത് ഇംഗ്ലീഷിലുള്ള വീഡിയോ ആണ്. ദ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ ഒരു മോട്ടിവേഷണൽ വീഡിയോ, ഡ്രീം മോട്ടിവേഷണൽ വീഡിയോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു. അപ്പൊ അത് യൂട്യൂബിൽ നിന്ന് അതിങ്ങനെ കണ്ട് അതെന്നെ എപ്പോഴും പ്ലേ ചെയ്യും. സോ അത് പ്ലേ ചെയ്യുമ്പോൾ ഓരോ സമയത്തും എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആ വീഡിയോ എനിക്ക് വർക്കൗട്ടായി, എല്ലാവർക്കും വർക്കൗട്ട് ആണെന്നില്ല. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പീസ് ഓഫ് മോട്ടിവേഷൻ എലമെന്റ് നിങ്ങൾ എവറി ഡേ മോർണിംഗിൽ ഇരുന്ന് കേൾക്കുക. അത് നിങ്ങളെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യിപ്പിക്കുക. ആ ചിന്ത ഇങ്ങനെ വല്ലാണ്ട് അതിങ്ങനെ സെറ്റ് ആയി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അത് നോക്കും. ഇത് ഒരു മെത്തേഡാണ്. അതേപോലെ മറ്റൊരു മെത്തേഡാണ് മെഡിറ്റേഷൻസ്.
മെഡിറ്റേഷൻസ് ഇരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് അത്രയും പ്രാക്ടീസ് ചെയ്യാം. ഞാൻ അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് എന്ത് വരും? പീസ്ഫുൾ സിറ്റുവേഷൻ വരും. കാരണം മൈൻഡിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. യെസ്, യു ക്യാൻ ഡു ഇറ്റ് കേട്ടോ. നല്ലത് മാത്രം കൊടുക്കുക. അതല്ലാത്തത് വരുമ്പോൾ ക്യാൻസൽ പറയും. എന്താ പറയേണ്ടത്? ക്യാൻസൽ. യുവർ മാജിക് വേർഡ് ഈസ് ക്യാൻസൽ. യുവർ മാജിക് വേർഡ് ഈസ് ക്യാൻസൽ കേട്ടോ. ദെൻ മനസ്സിലാവുക. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലൈക്ക് വി ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ്ഫുൾ ആണോ? ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇപ്പൊ പറഞ്ഞു തന്നത് യൂസ്ഫുൾ ആണോ? ജസ്റ്റ് കമന്റ് ഔട്ട്, പ്ലീസ് കമന്റ് ഔട്ട്, ബിക്കോസ് ഐ വാണ്ട് ടു നോ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഓക്കെയാണ്, കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്താണ്? രാത്രി ഉറങ്ങാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടൂള് തന്നെയാണ് എനിക്ക് അതിലും പറഞ്ഞു തരാനുള്ളത്. അതുകൊണ്ട് പേടിയെക്കുറിച്ച് ഞാൻ ഇനി സംസാരിക്കുന്നില്ല. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. പുറത്തിറങ്ങാൻ പേടി എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് അതിന്റെ കാരണം? ഇതിനു മുൻപ് ചിലപ്പോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ചെറുപ്പത്തിലോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അത് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ട തെറാപ്പികൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് യൂസ്ഫുൾ ആക്കാം. നമ്മുടെ ടീം മെമ്പേഴ്സ് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? കോഴ്സിന്റെ ഡീറ്റെയിൽസ് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ പോസ്റ്റ് ചെയ്യുക. പ്ലീസ് ഡു ദാറ്റ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, അതായത് പുറത്തിറങ്ങാൻ പേടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ചില തെറാപ്പികൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി പുറത്തിറങ്ങിയപ്പോൾ പേടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ റീസെന്റ് എപ്പോഴെങ്കിലും നിങ്ങൾ പേടിച്ചതായിരിക്കാം. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും, അത് നിങ്ങളെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡോ ഫ്രീസ് മോഡോ ഫൈറ്റ് മോഡിലേക്കോ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവും. അതായത് മോസ്റ്റ് പ്രോബബിളി എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് മോഡിലേക്കായിരിക്കാം നിങ്ങൾ പേടിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രീസ് മോഡിൽ സംഭവിച്ചിട്ടുണ്ടാവും. അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. എന്തോ കണ്ടു പേടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ടതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് എനിക്ക് അറിയില്ല. അതിനൊരു കാരണം ഉണ്ടാകും. ആ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഈ മെമ്മറിയിൽ ഇപ്പം ഉണ്ടാവില്ല, ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യമായിരിക്കും. തെറാപ്പി ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, നെക്സ്റ്റ്. സർ, എങ്ങനെ പൊസിഷനിൽ എത്തി? ഏത് കോഴ്സാണ് എടുത്തത്? മുഹമ്മദ് അർഷാദ്. ഞാൻ എങ്ങനെയാണ് ഈ പൊസിഷനിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ അതൊരു പേഴ്സണൽ സ്റ്റോറിയാണ്. ആ പേഴ്സണൽ സ്റ്റോറി ഞാൻ ഇപ്പോൾ പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ മറ്റുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എൻ്റെ ഒരു സ്റ്റോറിയെക്കാട്ടിലും അത് നമുക്ക് പിന്നീട് ഒരു സമയത്തേക്ക് എന്ത് സ്റ്റോറി പറയാം. ഓക്കെ, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവോ റാഷിദ്? ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അതൊരു ഒരു ഒരു അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചോദിച്ചത്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ്ഫുൾ ആയിട്ട് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ച പോലെ അല്ല. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് പറയാം, ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് നമ്മൾ അതായത് മറ്റുള്ളവരുമായിട്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്നെന്ന് വെച്ചാല് ജനങ്ങളും നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമുക്ക് രണ്ട് തരത്തിലുള്ള പെരുമാറ്റ രീതികൾ ഉണ്ടാവും. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യും? നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടും. മറ്റുള്ളവരുമായിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് നമ്മുടെ ലോകത്ത് ജീവിക്കാനാണ് ഇഷ്ടം. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നമ്മൾ സ്വപ്നം കാണുന്നു, നമ്മൾ ഫ്രീ ആണ്, സ്വതന്ത്രനാണ്. നമ്മൾ ആ ലോകത്ത് എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനോ ബന്ധങ്ങൾക്കോ അധികം പ്രാധാന്യം കൊടുക്കാതെ നമ്മളിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥ. ഇവർക്ക് ചെറുതായിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവും, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള പേടി ഉണ്ടാവും, മറ്റുള്ളവരെ ട്രസ്റ്റ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇത് പലപ്പോഴും എന്താ വെച്ചാൽ ഇൻട്രോവേർട്ട് ആയി ഒരാൾ പോകുന്നത് ചില കേസിൽ അധികവും എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്താ വെച്ചാൽ അവർക്ക് ഉണ്ടാവുന്ന പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരെ പൊതുവെ പുറത്തിറക്കാതെ അങ്ങനെ വളർത്തുന്നത് കൊണ്ടും അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായി. ഒരുപാട് പരിഹസിക്കപ്പെടുക, ഒരുപാട് കുറ്റപ്പെടുത്തപ്പെടുക, ഒരുപാട് ഒറ്റപ്പെടുത്തപ്പെടുക ചെയ്യുന്ന ചെറുപ്പകാലം ഉണ്ട് എങ്കിൽ അവർ പൊതുവെ എന്താ വെച്ചാൽ, കാരണം അവർ വ്യത്യസ്തരാണ്, അവർ ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ആ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് ചിലപ്പോൾ അവരിൽ വ്യത്യസ്തമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ ആ കുട്ടിയുടെ ഇമോഷൻസിന് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു പാരന്റിങ്ങോ, അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെയാണോ പെരുമാറല്, ഇങ്ങനെയാണോ ചെയ്യല്, അങ്ങനെയാണോ ചെയ്യല്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് നമ്മളെല്ലാവരും. ആ നമ്മുടെ വ്യത്യസ്തകളെ നല്ല രീതിയിലേക്ക് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്താവും ഈ പറഞ്ഞിരിക്കുന്ന ഒരു
ഇൻട്രോവേർട്ട് ആയിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇൻട്രോവേർട്ട് ആയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണോ? അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. അത് പ്രശ്നമാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ തീരെ ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ ആ ഒരു ഇൻട്രോവേർഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളെ കൂടുതൽ ഡിപ്രഷനിലേക്കും ആരുമില്ലല്ലോ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ജീവിത സാഹചര്യത്തെ, മുന്നോട്ടുള്ള ജീവിതത്തെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതൊരു പ്രശ്നമാണ്. അതായത് ഡെയിലി നമ്മളുടെ ജീവിതം ഉണ്ടല്ലോ, നിത്യേനയുള്ള ജീവിതം, ഓരോ ദിവസത്തെയും ജീവിതം, ആ ജീവിതത്തിലെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് തടസ്സപ്പെടുന്ന രീതിയിലേക്ക് അത് പോവുകയും നമ്മൾ കൂടുതൽ ദുഃഖത്തിലേക്കും വിഷമത്തിലേക്കും ഒറ്റപ്പെടലിലേക്കും ഒക്കെ പോകുന്നുണ്ട് എങ്കിൽ, അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ then that's an issue. അതല്ല, നമുക്കതൊരു സ്റ്റൈൽ ഓഫ്, നമുക്ക് അങ്ങനെ പ്രൈവസി ഇഷ്ടപ്പെടുന്നു, നമ്മൾ അങ്ങനെ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇറങ്ങി ചെന്നിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ട് എങ്കിൽ ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. മനസ്സിലാവുന്നുണ്ടോ? വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മാനേജ് ചെയ്തു. ഇനി എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓവറായിട്ട് ആൾക്കാരോട് എന്ത് ചെയ്യുന്നു, ഓവർ എന്നല്ല, ഒരു വല്ലാണ്ട് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നു, ബന്ധങ്ങൾ വേണം ഇവര് ഒരു ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും, അവരിലേക്ക് ഇറങ്ങി ചെല്ലും. ഇതും എക്സ്ട്രീം ആകുമ്പോൾ പ്രശ്നമാണ്. ഏതും എക്സ്ട്രീം ആകുന്നത് പ്രശ്നമാണ്. അതായത് ഓവറായിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അല്ലെങ്കിൽ പുറത്ത് ഭയങ്കരമായിട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ പൊതുവെ പറയുന്നത് വെച്ചാൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, എല്ലാവരുമായിട്ട് ഇടപഴകാനും കാര്യങ്ങൾ. അതിനൊരു പരിധിയുണ്ട്, നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുണ്ട്, ഇടയ്ക്ക് ഇൻട്രോവേർട്ട് ആയിരിക്കും, ഇടയ്ക്ക് എക്സ്ട്രോവേർട്ട് ആയിരിക്കും, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ പറയുന്ന പേരാണ് ആംബിവർട്ട്. രണ്ടും ഉണ്ട് അവർ. ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഏതാണ് നിങ്ങൾ ഓക്കെ, എല്ലാത്തിനും പരിഹാരം EFT യിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ പ്രോബ്ലംസ് എല്ലാം നമ്മുടെ EFT മെത്തേഡ്, നമുക്ക് EFT തെറാപ്പി മെത്തേഡിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും ചെയ്യൂട്ടോ, നമ്മൾ ഈ ഒരു പൊസിഷനിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഓക്കെ, ഫോണിൽ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഉറങ്ങിപ്പോകും, ബോധം പോയിട്ട് ഉണ്ടാകും, 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉണരും. ഇത് എന്തുകൊണ്ടാണ് സാർ? ഇങ്ങനെ മാറ്റിയെടുക്കുക, വായിക്കുക അല്ലെങ്കിൽ ഫോണിൽ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. നിങ്ങളിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഡെപ്തിലേക്ക് പോയി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളോട് കുറെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അതല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വരിക, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് കൂടുതൽ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഈ കോഴ്സിൽ എന്താ വെച്ചാൽ ഒരു കസ്റ്റമൈസേഷൻ വർക്ക് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കാനുണ്ട്. അപ്പൊ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അവയർനെസ് വല്ലാണ്ട് ചേഞ്ച് ആകും, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് ഇത്രയും കാലം വർക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നതോട് കൂടി തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, എനിക്ക് സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ഇതെന്തായാലും നിങ്ങൾ കോഴ്സിലേക്ക് വന്ന് ഈ പ്രോബ്ലം മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ തന്നെ ടോട്ടൽ ഒരു ലൈഫ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ഈ ഒരു പ്രോബ്ലം മാത്രമല്ല സോൾവ് ആകുക, ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒരു യു ഗോ ആൻഡ് മീറ്റ് എ സൈക്കോളജിസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പ്രോബ്ലം സീരിയസ് ആണെങ്കിൽ കേട്ടോ, എനിക്ക് തോന്നുന്നത് അത്ര വലിയ സീരിയസ് ആണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. സീരിയസ് ആണ്, നിങ്ങൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു 5 മിനിറ്റ് ഫോണിൽ നോക്കുമ്പോഴേക്കും നിങ്ങൾ ഉറങ്ങി വീഴുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അൺകോൺഷ്യസ് ആകുന്നുണ്ടെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അത് വല്ലാണ്ട് ആവർത്തിച്ച് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ദെൻ എല്ലായ്പ്പോഴും സംഭവിക്കുന്നുണ്ടോ റിച്ച്ലോമൻ? അതെന്റെ ചോദ്യം. എല്ലായ്പ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ടോ? അല്ലാതെ വല്ലപ്പോഴാണ് സംഭവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം, നിങ്ങളുടെ സിറ്റുവേഷനും കൂടി ഉണ്ടാവും. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണോ, അല്ലെങ്കിൽ നിങ്ങൾ വല്ലാണ്ട് ടയർഡ് ആയിരിക്കുന്ന സമയത്താണോ, അല്ലെങ്കിൽ രാത്രിയിലാണോ ഇത് സംഭവിക്കുന്നത്, ഈവനിങ്ങിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ നോക്കുന്ന സമയത്താണോ? വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, വെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലത് എന്താ വെച്ചാൽ നമ്മുടെ മെഡിറ്റേഷനും സംഗതിയിലും പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താ വെച്ചാൽ മൈൻഡിന്റെ തിങ്കിങ് ക്ലാരിറ്റി നന്നായിട്ട് കൂട്ടിക്കൊണ്ടുവരിക കേട്ടോ. നമ്മുടെ മെഡിറ്റേഷൻ ഡെയിലി പങ്കെടുക്കുക, അബ്സല്യൂട്ട്ലി ഫ്രീ ആണല്ലോ. സോ ഡു ദാറ്റ്. ഓക്കെ, നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, മോർണിംഗ് നേരത്തെ എഴുന്നേൽക്കാൻ എന്ത് ചെയ്യണം? അലാറം വെച്ചാലും അത് കേൾക്കുന്നേ ഉണ്ടാവില്ല. ജുവൈന, ഒരു കാര്യം മനസ്സിലാക്കുക, മോർണിംഗ് നേരത്തെ നമ്മൾ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ, കാലത്ത് 5 മണിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങുക എന്നുള്ളത്. നേരത്തെ ഉറങ്ങുക. ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉറങ്ങുക. രണ്ടാമത്തത്, നമ്മൾക്ക് എന്താണ് മോർണിംഗിൽ എണീറ്റിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവുക. എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ എനിക്ക് കൊണ്ടുവരണം, നല്ല സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരണം, കുറച്ചുകൂടെ ബെറ്റർ വ്യക്തിയായിട്ട് മാറണം, കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ
മെഡിറ്റേഷൻസ് ചെയ്യണം, അതേപോലെ പ്രാർത്ഥന ചെയ്യണം, അതേപോലെ തന്നെ ഒരു അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. എന്നിട്ട് എൻ്റെ ലൈഫിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ തൊഴിൽ മേഖലയിൽ എനിക്ക് എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അതിന് ജീവിത പങ്കാളിക്കാണ് ജോബ് ഉള്ളതെങ്കിൽ ആ ജീവിത പങ്കാളിയെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത് രീതിയിലുള്ള അറിവുകളാണ് നേടേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ചിന്തിച്ചു തുടങ്ങും. എന്നിട്ട് അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ട് ആ ഗോളുകൾ എന്ത് ചെയ്യുക, അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക കേട്ടോ. സോ മോർണിംഗ് നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വന്നു കഴിഞ്ഞാൽ മോർണിംഗ് എണീക്കുക എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കം ആൻഡ് ജോയിൻ. ഇത് മോർണിംഗിൽ എണീക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആവും. നിങ്ങൾ തിങ്ക് ചെയ്യുന്ന രീതി മാറും, നിങ്ങൾ വേറെ ലെവലിലേക്ക് തിങ്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ തിങ്കിങ്ങിൽ ഒരു ഭയങ്കര ഒരു പ്രയോറിറ്റി വരേണ്ടത്, എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ള പ്രയോറിറ്റി. അത് എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യണം, എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള ചില ഇൻസൈറ്റ്സ് കിട്ടുമ്പോൾ, ചില എളുപ്പ വഴികൾ കിട്ടും, ചില ഐഡിയാസ് കിട്ടും. നമ്മുടെ ഈ കോഴ്സിലൊക്കെ വരുമ്പോഴാണ് അത് കിട്ടുക. അത് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് എന്താകും, ഓട്ടോമാറ്റിക്കലി എന്താകും, ഒരു വേറൊരു ലെവലിലേക്ക് അങ്ങോട്ട് മാറും. പിന്നെ നിങ്ങൾ നോർമൽ റിയാലിറ്റിയിലല്ല, നിങ്ങളിപ്പോൾ കാണുന്ന ഒരു അവസ്ഥയിലല്ല. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പോസിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇത്രയ്ക്കും യൂസ്ഫുൾ ആണ്, ഇത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനെയൊക്കെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫ് എന്ന് നമ്മൾ മനസ്സിലാകുന്നതോടുകൂടി തന്നെ എൻ്റെ മൈൻഡിന് ഇത്രയും അപാരമായ ശക്തിയുണ്ട്. എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ അറിവോ എൻ്റെ സാഹചര്യമോ ഒന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് ഇത്രയും വഴികൾ ഉപയോഗിച്ചിട്ട് എൻ്റെ ലൈഫ് ഇത്ര ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയും വഴികൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു മൈൻഡ് വർക്ക് ചെയ്തത്, ഇതാണല്ലോ ഇതിന് കാരണം എന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നതോട് കൂടി തന്നെ എന്ത് സംഭവിക്കും, നമ്മൾ വല്ലാണ്ട് എക്സൈറ്റഡ് ആവും. അപ്പൊ ഈ കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതോട് കൂടി തന്നെ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി അങ്ങ് കൂടും. പിന്നെ നിങ്ങൾ ആ ബ്രെയിനിലുള്ള തോട്ട് പ്രോസസ്സ് ഡൊമിനന്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ വലിയ ചിന്ത ലൈഫ് മാറണം എന്നുള്ള ചിന്തയായി മാറുകയും അതിലേക്ക് കൂടുതൽ ഫോക്കസ് വരികയും അതിന്റെ എനർജി മുഴുവൻ നിങ്ങളെ ബാധിക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ വല്ലാണ്ട് ഹൈ പവർ എനർജിയിലേക്ക് വരികയും നിങ്ങൾ വീക്കാവുന്ന ഒരു അവസ്ഥയില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പവറിലേക്ക് നിങ്ങൾ എത്തും. അതിനുള്ളൊരു ശക്തി നിങ്ങൾക്കുണ്ടാവും, അതിനുള്ള ഒരു മൈൻഡ് പവർ നിങ്ങൾക്ക് വരും. അത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 5 മണിക്ക് എണീക്കാം. കാരണം മൈൻഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നു? 5 മണിക്ക് എണീക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറും. നെക്സ്റ്റ് എന്താണ്, ഹൗ ടു ഇൻക്രീസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അംബു ജാക്സൺ സാർ ചോദിച്ചു. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഫോക്കസ്, നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്തണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന ഏതെങ്കിലും വീഡിയോസോ ഓഡിയോസോ ക്ലാസ്സുകളോ കേൾക്കുക. നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാം സ്ഥിരമായിട്ട് പങ്കെടുക്കുക. അതിൽ നമ്മൾ പവർഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെഷൻ ഉണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡിന്റെ മെഡിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു ഡെയിലി ജേർണൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയറി എടുക്കുക. അതിലെന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക നിങ്ങൾ ഏത് കാര്യത്തിന് നിങ്ങൾ ഇന്ന് കൃതജ്ഞതയുള്ളവരാണ്, നന്ദിയുള്ളവരാണ് എന്നുള്ളത് എഴുതുക. മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുക, അതിന് 3 പ്രാവശ്യം താങ്ക് യു എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നടക്കാൻ പോകേണ്ട കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നു, അത് നടന്നതിന് താങ്ക് യു സോ മച്ച്. എൻ്റെ ബിസിനസ് മികച്ച രീതിയിൽ വളർത്തിയതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് താങ്ക് യു സോ മച്ച്. ജസ്റ്റ് പറയുക. ക്ലിയർ ആണോ? ഓക്കെ. ഈ രൂപത്തിലുള്ള സംഗതികൾ എന്താ വെച്ചാൽ പറയുക, എഴുതി വെക്കുക. ഇതിങ്ങനെ ഡെയിലി എഴുതി വെച്ച് 21 ദിവസം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ഒപ്റ്റിമിസം ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും. പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവർക്ക് നല്ല നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുക. എല്ലാവരോടും നല്ല ചിന്തകൾ മാത്രം നിലനിർത്തുക. അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഭാഗം ഇതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്യുക, സ്വയം ഫൊർഗീവ് ചെയ്യുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ, ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. ബിക്കോസ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡാണ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അത് നമ്മൾ ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഇറ്റ് വിൽ ചേഞ്ച് യു. ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവാൻ എന്ത് ചെയ്യണം? ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നത് കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരുമ്പോഴാണ്. ആ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ
നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അതിന് വേണ്ട മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നമ്മൾ ചെയ്തേ പറ്റൂ. മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പുതിയ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പുതിയ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള എന്ത് ചെയ്യണം? ക്യാമ്പയിനുകൾ നടത്തണം. നമ്മളായിട്ട് നമ്മുടെ കമ്പനിയെ കുറിച്ച്, സ്ഥാപനത്തെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച് പരസ്യം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് എന്ത് ചെയ്യാം? ആൾക്കാരെ അട്രാക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പോ ഞാനിപ്പോ ഇവിടെ എന്തിനാ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്, ക്ലാസ്സുകൾ എടുക്കുന്നത്? ഇതൊരു തരത്തിലുള്ള എന്താ പറയാ, ഞാൻ എന്ന് പറയുന്ന കോച്ചിങ് നൽകുന്ന ഈ കോച്ചിങ് നൽകുന്ന നമ്മുടെ സ്ഥാപനം, ഈ സ്ഥാപനത്തിന്റെ സർവീസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു 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 ക്യാമ്പയിനും കൂടിയാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എവറി ഡേ യു ഹാവ് ടു ഡു സംതിങ്, ഗിവ് സംതിങ്. മറ്റുള്ളവർ, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് എന്താണ് നിങ്ങൾക്ക് അറിവായിക്കോട്ടെ, എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ബിസിനസിന്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് അനുഭവിച്ചു കൊടുക്കുക. ഒരു സാമ്പിൾ അവർക്ക് കൊടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് ആ ഒരു ആൾക്കാർ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് അറിഞ്ഞ് താല്പര്യപ്പെട്ട് അതിലേക്ക് വരും. അപ്പൊ അങ്ങനെ അറിയുമ്പോൾ, നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും. അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരോട് എന്ത് ചെയ്യും? പറയും. എന്ത്? ഓക്കെ, എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനൊരു ഹെൽപ്പ് തന്നിട്ടുള്ള ആളാണ്, നല്ല മനുഷ്യനാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, വളരെ ജെന്യുവൻ ആയിട്ട് കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ നിങ്ങളെ കുറിച്ച് നല്ലത് പറയും. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി നോക്കി, ഇദ്ദേഹം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. സോ പീപ്പിൾ വിൽ റെക്കമെൻഡ് യുവർ ബിസിനസ് ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് മോർ ബിസിനസ്. അത് ഒരു വഴിയാണ്. ഇപ്പൊ ഡു മോർ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ ചെയ്യേണ്ടി വരും. കസ്റ്റമേഴ്സിനെ കൂടുതൽ എന്ത് ചെയ്യുക? അതിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഒരു കോഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ സെയിൽസ് കൂട്ടാം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ബിസിനസ് ലീഡർഷിപ്പ് എങ്ങനെ വർദ്ധിപ്പിക്കാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ടീമിനെ കൊണ്ട് സെയിൽസ് ക്ലോസ് ചെയ്യിപ്പിക്കാം, അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സെയിൽസ് ടീമിനെ പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിൽ വരുന്നുണ്ട്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ വരും. നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫും ബിസിനസ്സും ഒക്കെ ഷെയറാക്കിയിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. എന്തായാലും ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അബ്ദുൽ മജീദ് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഈ മൈൻഡ് പവർ പ്രോഗ്രാമിലേക്ക് വരും. യു ജസ്റ്റ് കമന്റ് മൈൻഡ് പവർ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വരും. ലോ ഓഫ് അട്രാക്ഷന്റെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ, ക്ലയൻസിനെ ഒക്കെ ഉപയോഗിക്കാനുള്ള പല മെത്തേഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. സോ കം ആൻഡ് ജോയിൻ ആൻഡ് ദെൻ നിങ്ങളുടെ, അതായത് വെറും 7,000 rupees നിങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗം മുടക്കുക. 30 days കോച്ചിങ് ആണ്. അതിൽ 10 days ക്ലാസ് ഉണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങൾ പേഴ്സണൽ കോച്ചിങ്ങും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ പേഴ്സണൽ കോച്ചുമാരും ഉണ്ടാവും. ക്ലിയർ ആണോ പറയുന്നത്? സോ ഫസ്റ്റ് 10 days എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഉണ്ടാവും. നിങ്ങൾ വരിക, വന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ മൈൻഡ് പവർ കോഴ്സിൽ വന്നാൽ തന്നെ ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാം? നമ്മുടെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മൈൻഡ് പവർ എന്ന് പറയുന്ന ഈ കോഴ്സിൽ ആർക്കൊക്കെ പങ്കെടുക്കാം? അതായത് നിങ്ങൾക്ക് ബിസിനസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പങ്കെടുക്കാം. ഇനി ബിസിനസ്സുകാർക്ക് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, നിങ്ങൾ കുറെ കാലമായിട്ട് ലൈഫ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ മാറ്റത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണം മുടക്കി സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക? സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക. അവിടുന്ന് കുറേശ്ശെ പഠിക്കുന്നതിലല്ല, ഇൻ ഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു കോഴ്സ് നമുക്ക് വേണ്ട നോളജ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോളജ് ആണ്, ആഴത്തിൽ പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഒരു വിഷയത്തിൽ എടുത്തിട്ട് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയിൽ നമ്മൾ എടുത്തിട്ട് അതിൽ ആഴത്തിൽ 30 ദിവസത്തോളം ഇരുന്ന് നമ്മളിൽ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൽ വേണ്ട രീതിയിൽ എഴുതി ഹോംവർക്കുകൾ ചെയ്ത് അതിന് വേണ്ട തെറാപ്പികൾ ചെയ്ത് ഇന്റൻസീവ് ആയിട്ട് ഓരോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് ഇന്റൻസീവ് ആയിട്ട് പഠിക്കുമ്പോൾ യു ആർ ഗോയിങ് ടു ട്രാൻസ്ഫോം യുവർ ലൈഫ്. ഇറ്റ്സ് വെരി സിമ്പിൾ തിങ്. അതൊരു പേഴ്സണലൈസ്ഡ്, കസ്റ്റമൈസ്ഡ് കോച്ചിങ്ങും കൂടെ കിട്ടുകയാണ് നിങ്ങൾക്ക്. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചില ഈ ഒരു കോഴ്സ് ചോദ്യം വരുന്നത് ക്യാഷ് ഫ്ലോ ഉണ്ടാവാൻ, ഇതൊരു ബിസിനസിന്റെ ചോദ്യം മാത്രമല്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ കഴിവുകളെ നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു മൈൻഡ് പവർ കേപ്പബിലിറ്റി, നിങ്ങളുടെ ക്രിയേറ്റീവ് ബ്രെയിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ക്രിയേറ്റീവ് ബ്രെയിൻ വന്നു കഴിഞ്ഞ് നമുക്കൊരു ക്രിയേറ്റീവ് ബ്രെയിൻ ഉണ്ട്. ഈ ക്രിയേറ്റീവ് ബ്രെയിൻ എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യാൻ, ഇപ്പൊ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടൊരു വാചകമുണ്ട്. അതായത് ഗാന്ധിജി പറഞ്ഞു വെച്ചാൽ, ദോസ് ഹു നോ ഹൗ ടു തിങ്ക് നീഡ് നോ ടീച്ചേഴ്സ്. നമ്മൾ തന്നെ മോർണിംഗ് ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.
അതായത് നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് അധ്യാപകരുടെ ആവശ്യമില്ല എന്ന് പറയും, അല്ലെങ്കിൽ ബിസിനസ് കോച്ചുമാരുടെ അധ്യാപകരുടെ ആവശ്യമില്ല. നന്നായിട്ട് ചിന്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മുടെ മൈൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതൊക്കെ പഠിപ്പിക്കുന്ന റൈറ്റ് എഡ്യൂക്കേഷൻ കോഴ്സ് ആണ് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ്. നിങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കേണ്ടത്, എന്റെ ബ്രെയിനിന്റെ കഴിവ് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി നമ്മൾ തെറാപ്പിയും കാര്യങ്ങളും സംഗതികളൊക്കെ ചെയ്തിട്ടെന്ന് വെച്ചാൽ അതിനെ പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആശയങ്ങൾ വരും. എങ്ങനെ തിങ്ക് ചെയ്യണം എന്ന് നമുക്ക് തിങ്ക് ചെയ്യാൻ അറിയാം, എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മൾ പഠിക്കണം. അതിലൂടെ നമ്മുടെ ലൈഫിന്റെ നമ്മുടെ മൈൻഡ് പവർ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ട റിസോഴ്സ്ഫുൾനെസ്, ഐഡിയാസ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ഇന്റേണലി ചേഞ്ച് ചെയ്ത് നടക്കേണ്ട കുറെ ബ്ലോക്കുകളുണ്ട്. ആ ഇമോഷണൽ ബ്ലോക്കുകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡ്യൂഷൻ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇൻഡ്യൂഷൻ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല നല്ല ഐഡിയാസ്, നമുക്ക് വേണ്ട ഐഡിയാസിന് ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതിങ്ങനെ ചെയ്താൽ മതി. ബ്ലോക്കുകൾക്ക് പകരം, തടസ്സങ്ങൾക്ക് പകരം അവസരങ്ങൾ കാണുകയും ഐഡിയാസ് കാണുകയും ഫ്ലാഷസ് രൂപത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ നഷ്ടപ്പെടുന്ന നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഐഡിയാസ് വരും. അത് അപ്പം നോട്ട് ചെയ്തെടുക്കും. ഫ്ലാഷസ് എന്ന് തന്നെ പറയും. ഇതൊക്കെ നമ്മൾ ഡെപ്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഐഡിയാസ് വരുന്നത് എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ കം ആൻഡ് ജോയിൻ ആൻഡ് ലെറ്റ് ഇറ്റ് ഹെൽപ്പ് യു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കട്ടെ. ഓക്കെ, ഹൗ ടു ചേഞ്ച് ദിസ് സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. ഒബ്ജക്ഷൻ. ഓക്കെ, അതായത് അത് ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്ങനെ സ്വയം ഹാപ്പി ആണ് എന്ന് വിശ്വസിപ്പിക്കും കോൺഫിഡന്റ് ആയിട്ട്. ഒരാൾ പേര് പറഞ്ഞിട്ടില്ല. ഓക്കെ, സ്വയം ഹാപ്പി ആണ് എന്ന് എങ്ങനെ വിശ്വസിപ്പിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സ്വയം ഹാപ്പി ആണ് എന്ന് വിശ്വസിപ്പിക്കാൻ കഴിയില്ല, ഹാപ്പി ആകാനേ കഴിയൂ. ഹാപ്പി ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് ലവിലേക്ക് നമ്മൾ പോകണം. അതായത് കുറച്ചുകൂടെ സെൽഫ് കമ്പാഷൻ. നമുക്ക് രണ്ട് രീതിയിൽ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒന്ന് നാർസിസിസ്റ്റിക് രീതി, അതായത് നമ്മൾ സെൽഫിഷ് ആവും, സെൽഫിഷ് ആയിട്ട് പോവുക. സെൽഫിഷ്നെസ് വേറെ, സെൽഫ് ലവ് വേറെ. സെൽഫിഷ് ആയിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഞാൻ 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 ഇത് വരുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്ന് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്താവുന്നത്, നാർസിസിസ്റ്റിക് ആയിട്ട് മാറുന്നത്. ഒരുപാട് റിജക്ഷൻസും, ഒരുപാട് കുറ്റപ്പെടുത്തലും, ഒരുപാട് ഒറ്റപ്പെടുത്തലും, ഒരുപാട് വേദനിപ്പിക്കലും, ഒരുപാട് നമ്മുടെ ലൈഫിൽ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികം സ്നേഹം കിട്ടാതെ, സപ്പോർട്ട് കിട്ടാതെ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ആ ആൾക്ക് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അത് തന്നെയാണ് നമ്മളുടെ ദുഃഖത്തിനും കാരണം. എപ്പോഴും ദുഃഖം വരുന്നതിന്റെ കാരണം ഇത്തരത്തിലുള്ള നമ്മൾ എന്താ വെച്ചാൽ ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ എന്ന പഴയ ചിന്താഗതി, അതായത് അവര് തന്നിട്ടുള്ള ചിന്താഗതി, ആ പെയിൻഫുൾ ആയിട്ടുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ അത് നമ്മൾക്ക് എന്താ വെച്ചാൽ പിന്നെ നമ്മൾ സെൽഫിഷ് ആകാൻ ശ്രമിക്കും. ചിലപ്പോൾ അത് ട്രാക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ലൈന് തെറ്റിയാൽ അത് സെൽഫിഷ്നെസ്സിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ സംരക്ഷിച്ച്, നമ്മൾ ഇൻസെക്യൂരിറ്റി, നമ്മൾ എപ്പോഴും ഇൻസെക്യൂരിറ്റിയിലായിരിക്കും. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ എപ്പോഴും പെയിനിലാണ്, അവരെപ്പോഴും ഇൻസെക്യൂരിറ്റിയിലാണ്. അപ്പൊ ഇൻസെക്യൂരിറ്റിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ അവർക്കെല്ലാം എന്റെ കാര്യം, എനിക്ക് എല്ലാം പ്രയോറിറ്റി വേണം. അവർക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടണം, അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടണം, അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. അവർക്ക് ആരും ഇതിനു മുമ്പ് ചെയ്തു കൊടുത്തിട്ടില്ല, അവർക്ക് എന്ത് കിട്ടുകയാണെങ്കിലും കൂടുതൽ കിട്ടണം 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 എന്നുള്ള തിങ്കിങ്ങിലേക്ക് വരും. അതൊരു സെൽഫിഷ്നെസ്സിലേക്ക് പോവുകയും മറ്റുള്ളവരെ കുറിച്ച് അവർ ചിന്തിക്കില്ല, ബോധേഡാവില്ല. അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ച് കമ്പാഷൻ കുറവായിരിക്കും. ഇനി മറ്റുള്ളവരോട് അവർ കമ്പാഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ അവരുടെ കാര്യത്തിലേക്ക് ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കൊരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന ഒരു സംഗതി ചിലപ്പോൾ ഉണ്ടാവും. എല്ലാം എന്ത് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് നേട്ടം കിട്ടുന്ന രൂപത്തിലേക്കായിരിക്കും എപ്പോഴും ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാതെ കുറച്ചുകൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന രൂപത്തിൽ കമ്പാഷനേറ്റ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങണം. ഇനി സെൽഫ് ലവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ. അപ്പൊ ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന സംഗതിയല്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം ബാധിക്കുക എന്നുള്ളതല്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളുടെ വേദനകളെയും വിഷമങ്ങളെയും സ്വയം സ്നേഹിച്ച് നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുക. ഈ പറഞ്ഞിരിക്കുന്ന നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഒരേ സമയത്ത് എന്താ വെച്ചാൽ ഇൻസെക്യൂർഡ് ആണ്. ഇൻസെക്യൂരിറ്റി വരുന്നത് അവർ സ്വയം വേദനിപ്പിക്കുന്നത് കൊണ്ടാണ്, സ്വയം കുറ്റപ്പെടുത്തുക. ഞാൻ പോരാ, എനിക്ക് കിട്ടിയില്ല, എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ആ സ്വഭാവം അതിന്റെ വേറെ അവിടെയാണ്. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം, സെൽഫ് ലവ് കൊടുക്കണം. സെൽഫ് ലവ് കൊടുത്തെന്ന് വെച്ചാൽ ഞാൻ സേഫാണ്, ഇറ്റ്സ് ഓക്കെ. ഇങ്ങനത്തെ ഫീലിങ്സ് വരും, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ കുറച്ചുകൂടെ ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് കൈൻഡ് ആവുക. സ്വയം കുറ്റപ്പെടുത്തുന്ന, സ്വയം വിഷമിപ്പിക്കുന്ന, സ്വയം വേദനിപ്പിക്കുന്ന സംസാരങ്ങളും കാര്യങ്ങളിൽ നിന്നും പുറത്തു വരിക. എന്നിട്ട് എന്ത് ചെയ്യുക,
അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഈ കോഴ്സിലേക്ക് നിങ്ങൾ വരിക, വന്നിട്ട് എന്താ വെച്ചാൽ ഈ ഒരു പ്രോബ്ലം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതായത് സെൽഫ് ലവ് വർദ്ധിപ്പിക്കുന്ന തെറാപ്പികളും സംഗതികളും ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് തന്നെ ചില EFT ടൂളുകൾ നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഹീൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ ഒരു പെയിനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാനും നിങ്ങളുടെ സെൽഫ് ലവ് നല്ല രീതിയിലേക്ക് കൂട്ടി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസും സംഗതികളും ഒക്കെ നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല. യു നീഡ് ടു വർക്ക് ഓൺ ഇറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റും. നമ്മുടെ പ്രോബ്ലം, നമ്മുടെ ട്രോമ എന്താണ്, നമ്മുടെ പെയിൻ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് ചെന്ന് ഇരുന്ന് അതിനെ അഡ്രസ് ചെയ്തിട്ട് അത് ഹീൽ ചെയ്ത് സ്നേഹം കൊടുത്ത് സെൽഫ് ലവ് കൊടുത്ത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹത്തിന്റെ കണികയെ ഊതി വീർപ്പിച്ച് വലുതാക്കി അതിനെ നമ്മൾ എന്ത് വെച്ചാല് അത് നമ്മളുടെ ശരീരത്തിലും നമ്മളിലെല്ലാം ഒരു എനർജി ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരണം. There is so much love inside you. The thing is like, you are looking for love, but there is love inside you. You should not look love outside. പുറത്തല്ല നോക്കേണ്ടത്, ഉള്ളിലേക്ക് നോക്കി ഉള്ളിലേക്ക് സ്നേഹത്തെ കൊടുക്കുകയാണ്. സ്നേഹം, ഉള്ളിലുള്ള സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഫീൽ ചെയ്ത് ഉള്ളിൽ നിന്ന് നമ്മൾക്ക് സ്നേഹം ഫീൽ ചെയ്ത് നമ്മുടെ നന്മയെ കുറിച്ച് ആലോചിച്ച് സംസാരിച്ച് പ്ലാൻ ചെയ്ത് തെറാപ്പി ചെയ്ത് നമ്മളെ കംഫർട്ടിലാക്കി സ്നേഹിച്ച് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളെ മനസ്സിലാവുന്നുണ്ട്. ആ സ്നേഹം കൊടുത്ത് നമ്മൾ സ്നേഹിച്ചതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ദാറ്റ്സ് ഹൗ യു ഹീൽ യുവർ സെൽഫ്. അങ്ങനെയാണ് ഇത് ഹീൽ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്, പല മെത്തേഡ്. അപ്പൊ ജസ്റ്റ് ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇസ് ഇറ്റ് യൂസ്ഫുൾ ആണോ? ഇപ്പൊ ഈ പറഞ്ഞത് യൂസ്ഫുൾ ആണോ? ഓക്കെ, മനസ്സിലായോ? അതിന്റെ ഡെപ്ത് മനസ്സിലായോ? ചില ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് സ്വയം സ്നേഹം വരാത്തത് നമ്മൾ ടു മച്ച് പെയിൻഫുള്ളോട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ്. ഓക്കെ, കൺസിസ്റ്റൻസി എങ്ങനെ കീപ്പ് ചെയ്യാം? കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ നന്നായിട്ട് സെൽഫ് ലവ് നന്നായിട്ട് കൊടുക്കണം. കൺസിസ്റ്റൻസിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് ഇതേപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ശക്തമായിട്ടുള്ള ഗോളുകൾ വേണം. ഒരുപാട് എലമെന്റ്സുകളുണ്ട്, അതിൽ ശക്തമായിട്ടുള്ള ഗോൾ വേണം. രണ്ടാമത്തത്, ആ ഗോളിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പുഷ് ചെയ്യണം. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എങ്കിലും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. യു ഹാവ് ടു ലവ് വാട്ട് യു ഹേറ്റ് ഡൂയിങ്. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടാതെ വെറുക്കുന്ന കാര്യങ്ങൾ അതുപോലും ഇഷ്ടത്തോടു കൂടി ചെയ്യുക, വേറെ വഴിയില്ല. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് സം ലവ് ഇൻസൈഡ് യു, സ്ട്രെങ്ത് ഇൻസൈഡ് യു. അതിനുള്ള മെന്റൽ സ്ട്രെങ്ത് വേണം. ആ മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? ബൈ സെൽഫ് ലവിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ കമ്പാഷനായിട്ട് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. വി ഹാവ് ടു മോട്ടിവേറ്റ്, വി ഹാവ് ടു കുറെ സംഗതികൾ അതിന് സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ട് വേണം, നമ്മൾക്ക് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആയിട്ട് വേണം. അപ്പൊ അതിലെന്താ വെച്ചാൽ അൽ സിസ്ലോട്ട് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് വെച്ചാൽ കൺസിസ്റ്റൻസി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ചേഞ്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ 6 സോഴ്സിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് വേണമെന്നാ പറയാം. അപ്പൊ ചില സമയത്ത് ചില അറിവുകൾ വേണം. നമ്മുടെ അറിവ് മാത്രം പോരാ, മറ്റുള്ളവരുടെ അറിവ് വേണം. നമ്മുടെ അറിവ് വേണം, മറ്റുള്ളവരുടെ അറിവ് വേണം. അതേപോലെ ചില സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അറിവുകൾ വേണം. അതാണെന്ന് വെച്ചാൽ എബിലിറ്റി എന്ന് പറയും, സ്ട്രക്ചറൽ എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല്. അത് നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളുടെ സെൽഫ് മോട്ടിവേഷൻ വേണം, മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്നുള്ള ആൾക്കാരുടെ മോട്ടിവേഷൻ വേണം. പുറമെ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞിരിക്കുന്ന ചില വീഡിയോസിൽ നിന്ന് ബുക്കിൽ നിന്നുള്ള മോട്ടിവേഷൻ വേണം. ചില മൂന്ന് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻസും 3 ടൈപ്പ് ഓഫ് നോളജും നമുക്കുണ്ട്. സ്കില്ലും സംഗതികളും 3 സോഴ്സിൽ നിന്നുള്ള നോളജും സ്കില്ലും നമുക്കുണ്ട് എങ്കിൽ പൊതുവേ നമ്മൾ എന്താവും? മോട്ടിവേറ്റഡ് ആയിട്ട് പോകും. ഇതിനൊക്കെ പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ളത് വെച്ചാൽ നമുക്ക് അതൊരു ആറ്റിറ്റ്യൂഡാണ്. എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എങ്കിലും അത് ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക. ബിക്കോസ് യു ആർ കോൺട്രിബ്യൂട്ടിങ് യുവർ ഗ്രേറ്റ് ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കണം. യു ഹാവ് ടു ഡു ദിസ്. സോ ഇഷ്ടമില്ല, ബട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഐ നോ അത് എനിക്ക് ഇഷ്ടമില്ല, ദാറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്, ദാറ്റ്സ് ഓക്കെ, ബട്ട് സ്റ്റിൽ ഐ എം ഡൂയിങ് ഇറ്റ്. ഞാനത് ചെയ്യാൻ പോവാണ് എന്ന് സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇഷ്ടമില്ലാത്ത കാര്യത്തെ കൂടി ഇഷ്ടപ്പെട്ട് ചെയ്യലാണ്. ഇഷ്ടപ്പെടുക, വേറെ വഴിയില്ല. Then only you can change. Is it useful? Okay. സ്ട്രെസ് ഹെഡേക്ക് എങ്ങനെ കുറക്കാം? മൊയ്തീൻ ചോദിക്കുന്നു. സ്ട്രെസ് ഹെഡേക്ക് കുറക്കാൻ നമ്മൾ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു EFT തെറാപ്പിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളത് പഠിപ്പിച്ചു തരാൻ പറ്റും. അപ്പൊ അതിലെന്താ വെച്ചാൽ നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സംഗതികൾ പെട്ടെന്ന് പോകാനുള്ള ഏറ്റവും നല്ല നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എനർജി ബ്ലോക്ക് ഉണ്ടാകും.
അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ട്രോമ മൂലമൊക്കെ ഒരുപാട് തവണകളായിട്ട് പല ഇൻസിഡൻസ് ഉണ്ടായതുകൊണ്ട് ഇതിന് മുൻപുണ്ടായിട്ടുള്ള ഇൻസിഡൻസ് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ അതേ സ്ട്രെസ്സിന് പണ്ടുണ്ടായിട്ടുള്ള ട്രോമാറ്റിക് ഇവന്റ്സിന്റെ അതേ സ്ട്രെസ്സിൽ ഇത് ട്രിഗർ ചെയ്യും. അപ്പൊ ട്രിഗർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വെച്ചാൽ നമ്മൾ അതേ സ്ട്രെസ് മോഡിലേക്ക് പോകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ചെറുപ്പത്തിൽ അത്രയും വേദനാജനകമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികളിലൂടെ ചെറുപ്പത്തിൽ മാത്രമല്ല ലൈഫിലുടനീളം ഒരുപാട് പേർക്ക് അധികം ആൾക്കാർക്കും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഇതിനെന്ത് വെച്ചാൽ ഇത് സ്ട്രെസ് ആയിട്ട് ഡെവലപ്പായി ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ട്രിഗർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അതായത് നമ്മൾ ഒരു സ്ട്രെസ് മാൻ ആയി മാറിയിട്ടുണ്ടാവും. സ്പൈഡർമാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു സ്ട്രെസ് മാൻ ആയി മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എന്ത് വന്നാലും സ്ട്രെസ് വരിക, എന്ത് വന്നാലും സംഗതി ഇതെന്ത് വെച്ചാലും വി ഹാവ് ടു വർക്ക് ഓൺ. നമ്മൾ എന്തായിരിക്കണം, ഒരു സ്ട്രെസ് റിലീസ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പൊ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മുടെ EFTയിലുള്ള തെറാപ്പി മെത്തേഡ്. നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് അത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെസ് സംഗതികൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ഹീൽ ചെയ്യാൻ പറ്റും. കം ആൻഡ് ജോയിൻ. നമ്മൾ ഈ സ്ട്രെസ് ഹീൽ ചെയ്താൽ തന്നെ നിങ്ങളുടെ തലവേദനകൾ, അധിക തലവേദനകൾ, ഗ്യാസ് മായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല അസുഖങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ എന്താ വെച്ചാല് ഇത്തരത്തിലുള്ള ഹെൽത്ത് ആയിട്ട് ഒരുപാട് ബെനിഫിറ്റ്സുകൾ. ഞാൻ അതെന്താ വെച്ചാല് അസുഖം മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ഈ സംഗതി എന്ന് പറയല്ല. എനിക്ക് നിങ്ങളോട് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്സാണ് അധിക അസുഖങ്ങൾക്ക് വേണ്ടത്. നമ്മുടെ സ്ട്രെസ് നീങ്ങുന്നതിലൂടെ, സ്ട്രെസ് നീക്കാൻ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. സ്ട്രെസ് നീങ്ങുന്നതിലൂടെ ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യും, ഇല്ലാണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹെഡ് ഏക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് ഒരുപാട് പേരുടെ ഹെഡ് ഏക്കുകൾ പോയിട്ട് എനിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ എന്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു 20 വർഷത്തോളം. അത് സ്ട്രെസ് മൂലമാണ് ഉണ്ടായിരുന്നത്. അപ്പം സ്ട്രെസ് മൂലമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ എന്താകും, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ തെറാപ്പി മെത്തേഡുകൾ സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്ട്രെസ് പോയാൽ തന്നെ, കാരണം അധിക അസുഖങ്ങളും കൺവേർഷൻ എന്ന് പറയുന്ന സാഹചര്യത്തിലൂടെ ഉണ്ടാകുന്ന, അതായത് സ്ട്രെസ് ഉണ്ടായി അതൊരു കൺവേർഷൻ ആയിട്ട് ചില അസുഖങ്ങൾ മാറും. അങ്ങനെ പല അസുഖങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സംഗതികളിലൂടെ ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്റെ ദാമ്പത്യം ഒരു നാർസിസ്റ്റിനൊപ്പമാണ്. 15 വർഷത്തിനപ്പുറം ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഹെൽപ്ഫുള്ളായ സജഷൻസ് പറയാമോ? സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്തു കേട്ടോ. വെരി ഗുഡ് അംപ്ലി, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മൾ എന്താ വെച്ചാൽ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുക. നാർസിസ്റ്റിന്റെ കൂടെ ആകുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും ആ ജീവിതം. ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ പൊതുവെ പറയാന്ന് വെച്ചാൽ അവർ ചേഞ്ച് ആയി വരാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കുന്നതിന് പകരം അവരെ വിട്ടു പോവാന്നുള്ളതാണ് പൊതുവെ അധികം ആൾക്കാർ പറയുന്ന ഒരു കാര്യം. അതാണ് ഏറ്റവും നല്ലത് എന്നാ പറയുന്നത്. കാരണം ലൈഫ് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയും. പക്ഷേ എല്ലാവരും നമ്മൾ ഒറ്റയടിക്ക് നാർസിസ്റ്റ് ആയിട്ട് മുദ്ര കുത്തരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു പോരുക എന്നുള്ളതല്ല. നമുക്ക് എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ എനർജി കൂട്ടുക എന്നുള്ളതാണ്. നമ്മളുടെ എനർജി കൂട്ടി നമ്മൾ കമ്പാഷനേറ്റ് ആവുകയും ലവ് ആവുകയും നമുക്ക് നമ്മുടെ ഒരു എനർജി വല്ലാണ്ട് നമ്മൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നങ്ങളും നമുക്ക് ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റും. സാധാരണക്കാരായിട്ടുള്ള ഈ എനർജി കൂട്ടാൻ കഴിയാത്ത ആൾക്കാർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി പവർ സംഗതികളൊന്നും കൂട്ടാതെ നമ്മൾ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക് ഉയർത്താതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിട്ട് മാറുക. നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുക. പിന്നെ എല്ലാ നാർസിസ്റ്റുകളും ഒരേപോലെയല്ല. അവർക്ക് ചില ഡിഗ്രികളുണ്ട്. നമ്മൾ നാർസിസ്റ്റാന്ന് നമുക്ക് തോന്നാം, പക്ഷെ ചിലരെന്ത് വെച്ചാൽ നമ്മൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അതായത് നാർസിസിസ്റ്റ് അല്ലായിരിക്കാം, നാർസിസ്റ്റുകളുടെ ചില ട്രൈറ്റ്സുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒരേപോലെ മുദ്ര കുത്തരുത്, ഒരേപോലെയാണ് എന്ന് ചിന്തിക്കരുത്. ചിലരെന്താ വെച്ചാൽ നാർസിസിസ്റ്റ് എക്സ്ട്രീം സ്റ്റേജുകളുണ്ട്. അപ്പൊ നിങ്ങളത് ഒന്ന് കണ്ടു പഠിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവരുടെ കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യണം. ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇവർക്ക് എന്ത് പറയുമ്പോഴാണ് ദേഷ്യം വരുന്നത്, ഇവർക്ക് ഏത് രീതിയിലുള്ള സിറ്റുവേഷൻസിലാണ് ഇവരെ കാമാക്കുന്നത്, ഇവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ എന്താണ്, ഇങ്ങനെയുള്ള ചില സംഗതികൾ എന്ത് ചെയ്യണം. നമ്മൾ ആദ്യം ഇവരെ മനസ്സിലാക്കേണ്ട ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് നമ്മൾ നടക്കേണ്ടത്. കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രയും പെയിൻ അനുഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയായി പോയത്. അത് അവരോട് സംസാരിച്ചാൽ തന്നെ അവരോട് പറയാം. അവരോട് സംസാരിക്കുന്ന സമയത്തിന് അവരോട് വേണമെങ്കിൽ സംസാരിച്ച് നമ്മൾ പറയാം, ഇത്രയും വിഷമം അനുഭവിച്ചിട്ടുള്ള ആളാണ് നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു, ആൻഡ് ഐ ലവ് യു, ഐ കെയർ അബൌട്ട് യു എന്ന ഒരു സ്നേഹത്തിന്റെ അപ്രോച്ചിലൂടെ നിങ്ങൾ പതിയെ ആളുടെ അവയർനെസ് ഇതിലേക്ക് കൊണ്ടുവരണം. അയാൾ നാർസിസിസ്റ്റിക് ആണ് എന്ന് ആൾ സമ്മതിക്കില്ല. പൊതുവെ എക്സ്ട്രീം നാർസിസിസ്റ്റുകളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, അവര് നാർസിസിസ്റ്റിക് ആണ് എന്നുള്ളത് അവരെന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. ചില കേസിൽ എന്താ വെച്ചാൽ ചിലർ നാർസിസിസ്റ്റ് ആയിരിക്കില്ല, അവർക്ക് ഡിസോർഡറുകൾ ആയിരിക്കാം. ഐ മീൻ ഡിസോർഡർ എന്ന് പറയും, നാർസിസിസം എന്ന് പറയുന്നതും ഒരു ഡിസോർഡർ ആണ്. പക്ഷെ ചിലതെന്താ വെച്ചാൽ ADHD പ്രശ്നങ്ങൾ ഉണ്ടാവാം, നാർസിസിസ്റ്റ് ആയിട്ടുണ്ടാവും. ADHD പ്രശ്നമുണ്ടാവും. നാർസിസിസം എന്ന് പറയുന്നത് വെച്ചാൽ എക്സ്ട്രീം ലെവലിലാണ്. അപ്പോ
മറ്റുള്ളവരുടെ ഒരു ഫീലിങ്സിനും മനസ്സിലാക്കില്ല, അവരെ ഉപദ്രവിക്കുക, വിഷമിപ്പിക്കുക, ഇങ്ങനെയുള്ള പക വരെ അവർക്ക് ഉണ്ടാകാം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. ആ രീതിയിലേക്ക് പോകുന്നതൊക്കെയാണ് അത്. മറ്റുള്ളവരുടെ ചിലപ്പോൾ പക വീട്ടുക, അവരെ ഉപദ്രവിക്കുക, അവരുടെ ലൈഫ് നശിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. ചിലത് അങ്ങനെ ഉണ്ടാവില്ല. ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കുക, എന്നിട്ട് എന്താ വെച്ചാൽ അത് ശരിക്കും മനസ്സിലാക്കി അതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ADHD എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. നാർസിസ്റ്റുകളെ പോലെ നമുക്ക് തോന്നും. ADHD ഉള്ള ആൾക്കാർ എന്താ വെച്ചാൽ അവർ അവരുടേതായിട്ടുള്ള ട്രാപ്പിൽ കുടുങ്ങി കിടക്കുകയാണ്. അവർ എംപതറ്റിക് ആയിരിക്കും, ഹൈലി എംപതറ്റിക് ആയിരിക്കും. ഒരേ സമയത്ത് അവർ എംപതറ്റിക് ആയിരിക്കും, ഒരേ സമയത്ത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസും സ്റ്റേജും സംഗതികളും ഉണ്ടാവും. ഇതിൽ ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പം പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്താലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഒരാളെ ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്തിട്ട് അതാണ് എന്നാണ് ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. എന്നാലും നമ്മളുടെ കാര്യം നമുക്ക് ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആളുകൂടെ ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മക്കളുണ്ടാവാം, മക്കളുള്ളത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആകാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഏറ്റവും നല്ല എന്ത് ജീവിത സാഹചര്യമാണ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളുടെ എനർജി ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. നമ്മളുടെ എനർജി ലെവൽ കൂട്ടുക, നമ്മളുടെ കമ്പാഷൻ പവർ കൂട്ടുക, നമ്മൾ ഹയർ ലെവലിലേക്ക് അത് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കല്ല, മറ്റുള്ളവരുമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് ഇതിന് കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ, മെന്റലി നമ്മളത് ബാധിക്കാത്ത രൂപത്തിൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട്, പ്രൊട്ടക്ഷൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട്, നമ്മളെന്ന് വെച്ചാൽ ഒരു സുരക്ഷാ കവചം, ഒരു 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 എന്താ പറയാ, സാങ്കല്പികമായിട്ടുള്ള സുരക്ഷാ കവചം ക്രിയേറ്റ് ചെയ്തിട്ട്, നമുക്കൊരു പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്, നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ട്, നമ്മളെ തന്നെ നല്ല രീതിയിലേക്ക് സംരക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള നമ്മളൊരു മെന്റൽ പവർ വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ ഇവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഡിസ്റ്റൻസിൽ ഡീൽ ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിവരണം. അതായത് നമ്മൾക്ക് പിന്നെ നമുക്ക് തോന്നുകയാണ് തീരെ ജീവിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഉപദ്രവിക്കുകയാണ്, നമ്മൾ ഇല്ലാണ്ടായി പോകും എന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് അപകടം നിറഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. നമ്മളെ ഫിസിക്കലി ദ്രോഹിക്കുക, അങ്ങനെയുള്ള സംഗതിയിലൊന്നും അവിടെ എന്ത് ചെയ്യരുത്, നമ്മളത് എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ, ദാറ്റ് ഈസ് ദർ. ഓക്കെ, സോ ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല, ബട്ട് യു ഹാവ് ടു തിങ്ക് ആൻഡ് പ്രോപ്പർലി ദെൻ ഡിസൈഡ്. ഓക്കെ, ബട്ട് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ എനർജി കൂട്ടുക. നമ്മൾക്ക് ഇതൊന്നും ബാധിക്കാത്ത ഒരു എനർജി ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അത് EFT മെത്തേഡുകളും നമ്മളുടെ കോഴ്സിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ, മൈൻഡ് പവറിന്റെയും ലോ ഓഫ് അട്രാക്ഷൻ ഈ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ, ഈ കോഴ്സിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സോ യു വിൽ റീച്ച് ഇൻ എ ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ഹയർ ലെവൽ ഓഫ് എനർജി. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാനും ഈ പറഞ്ഞിരിക്കുന്നത് ഈവൻ ഈ വ്യക്തിയെ വരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കഴിവിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ വെരി പവർഫുൾ, യൂട്ടിലൈസ് ദാറ്റ്. ഓക്കെ, എല്ലാം ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ. അപ്പൊ എപ്പോഴും എന്താ വെച്ചാൽ ഒരു കമ്പാഷനേറ്റ് അപ്രോച്ചിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരുടെ വേദന മനസ്സിലാക്കി അവരുടെ സ്നേഹത്തിന്റെ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ സ്നേഹത്തിന്റെ രീതിയിൽ സംസാരിക്കാൻ സാധാരണക്കാരെ കൊണ്ട് കഴിയില്ല. കാരണം സാധാരണക്കാരെ കൊണ്ട് ചിലപ്പോൾ അത് അത്ര എളുപ്പമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല. അതിനാണ് പറയുന്നത് യു ഹാവ് ടു ഡെവലപ്പ് യുവർ എനർജി, യു ഹാവ് ടു ഡെവലപ്പ് യുവർ കപ്പാസിറ്റി ടു മാനേജ് ഇഫ് യു വാണ്ട് ടു ലിവ് ദാറ്റ് പേഴ്സൺ. ആ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ആ പേഴ്സന്റെ കൂടെ ജീവിക്കണം, മക്കൾക്ക് വേണ്ടി ജീവിക്കണം, ഇങ്ങനെയുള്ള ചോയ്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, ആൻഡ് ഡു ലൈക്ക് ദാറ്റ്. ഇസ് ഇറ്റ് യൂസ്ഫുൾ? എനിക്കറിയില്ല ഞാൻ ഈ പറഞ്ഞത്. ഇസ് ഇറ്റ് യൂസ്ഫുൾ? കമന്റ് ഡൗൺ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ. ഓക്കെ, എന്താണ് ഇൻകാന്റേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് റജീന. ഇൻകാന്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കോഴ്സിലേക്ക് വരും, അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. യു കം ടു കോഴ്സ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. ഇൻകാന്റേഷൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അഫർമേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് മോഡലാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് നൽകും. അതാണ് എനിക്ക് ഇപ്പൊ അതിനെപ്പറ്റി പറയാം. കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, കോഴ്സിൽ നിന്ന് പഠിക്കുക. കാരണം അത് ഞാനിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയം കൂടുതലായി പോവാണ്, ഏകദേശം നോർമൽ ടൈമിനെക്കാട്ടിൽ മുകളിൽ പോയി. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട്, ഇനിയും ഒരുപാട് പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? റജിന ഫറൂഖ്, ഡോണ്ട് വറി, 2 ഓപ്ഷൻ ഉണ്ട്, അടുത്ത ദിവസം വീണ്ടും പറയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കോഴ്സിലേക്ക് വരി. കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ എന്താ പറയുക, ഇത്തരത്തിലുള്ള കൺസിസ്റ്റൻസി ഇഷ്യൂസ് ആയിക്കോട്ടെ, ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതായിക്കോട്ടെ, ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും, ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, വി ക്യാൻ ടോക്ക് അബൌട്ട്. നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര പവർഫുൾ ആണ്. എങ്ങനെ പുരുഷനെ മനസ്സിലാക്കാം, സ്ത്രീയെ മനസ്സിലാക്കാം, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാം, അവരെങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഫാമിലി ലൈഫ് ബെറ്റർ ആക്കി എടുക്കാം, എങ്ങനെ മക്കൾക്ക് നല്ലൊരു പാരന്റിങ് കൊടുക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോഴ്സ്, ഇറ്റ്സ് എ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പാക്കേജ്. സോ കം ആൻഡ് ജോയിൻ ആൻഡ് അറ്റൻഡ്. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ്. ഞാൻ ഇന്ന് സാറിനെ വിളിക്കാം, അബ്ദുൽ മജീദ്. വെരി ഗുഡ്. ലൈഫ് ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം, അതല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം.
ഒരു ഓപ്പൺ ചെയ്യാൻ ഗോൾ സെറ്റ് ചെയ്തു, പണമാണ് പ്രോബ്ലം, എന്ത് ചെയ്യും? റഹീമ, ഡോണ്ട് വറി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. ഓപ്പൺ ചെയ്യാൻ ഗോൾ സെറ്റ് ചെയ്ത് പണമാണ് പ്രോബ്ലം അല്ലേ? ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരും, പണം വരും, നിങ്ങളുടെ ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അറിയാത്ത രൂപത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം വരിക, നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ പണം നിങ്ങളിലേക്ക് വരിക. ഈ കോഴ്സിലേക്ക് വരാൻ ഞാൻ പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റ് എനർജി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, വെൽത്ത് എനർജി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ വെൽത്ത് ബ്ലോക്കുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട പണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ, വ്യക്തികൾ, സഹായങ്ങൾ, അവസരങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് വരും. ഇറ്റ് ഈസ് അമേസിംഗ് പവർഫുൾ. യു ക്യാൻ കം ആൻഡ് ജോയിൻ. കാരണം നമ്മളുടെ ഉള്ളിൽ അത്രയ്ക്ക് പവർ ഉണ്ട്, നമുക്കൊരു വല്ലാത്ത കഴിവുണ്ട്, നമുക്ക് വല്ലാത്തൊരു അബണ്ടന്റ് അവസ്ഥയുണ്ട്. നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ്. ഈ പ്രകൃതി അബണ്ടന്റ് ആണ്. ഈ പ്രകൃതിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കുന്നത്. നമ്മളിൽ നിന്നും അതേപോലെ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. വി ക്യാൻ ക്രിയേറ്റ്. ദ തിങ് ഈസ് ലൈക്ക് ഡു യു ഹാവ് ദ മൈൻഡ് സെറ്റ്, കമ്മിറ്റ്മെന്റ്? ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, സംഗതിയുണ്ട്. ആ ഒരു എനർജി ലെവലിലേക്ക് ഉയർത്താൻ തയ്യാറാണ്. യു വിൽ ഗെറ്റ് ദ റൈറ്റ് പീപ്പിൾ. യു ഗോട്ട് ഇറ്റ്? സോ കം ആൻഡ് ജോയിൻ. ഓക്കെ, യു ഹാവ് ടു ബി ഇൻ ദ റൈറ്റ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മാറണം, ഹയർ എനർജിയിലേക്ക്. അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ വരിക, പങ്കെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സർ, കൗൺസിലിംഗ് കാലിക്കറ്റ് വരാറുണ്ടോ? ഓക്കെ, കൗൺസിലിംഗ് കാലിക്കറ്റ് വരാറുണ്ടോ? നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് വരാറുണ്ട്. യെസ്, വരുന്നതാണ്. നൈസ് ക്ലാസ്, സൂപ്പർ. റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുമോ? താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ലാസ് റെക്കോർഡ് ഉണ്ടാവും, ഇതിന്റെ റെക്കോർഡ് ഉണ്ടാവും. ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. ഓക്കെ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും അമ്പിളി. സോ ദാറ്റ്സ് എ മാനേജബിൾ. ഓക്കെ, ഡോണ്ട് വറി. സോ ഇൻക്രീസ് യുവർ എനർജി അമ്പിളി. ജസ്റ്റ് ജോയിൻ ദ കോഴ്സ് and increase your double and triple your energy and manage your life. Okay, wish you all the very best. Thank you so much for joining today's session. I enjoyed a lot. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ നല്ല രീതിയിലേക്ക് ഉപകാരപ്പെടുന്ന ഇനിയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്, മെഡിറ്റേഷൻ അറിയിക്കുക. ഒരു 3 പേരിലേക്ക് നിങ്ങൾക്ക് ഇത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ നിങ്ങൾ എടുക്കുക. ആൻഡ് ലെറ്റ് ദം ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ഈ ഒരു മെഡിറ്റേഷനെ കുറിച്ച്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോ ചെയ്യാം. നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്ററിൽ അയച്ചു തരുന്നതാണ്. ഇത് വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബുക്ക് ഓർഡർ ചെയ്യാം. ഇത് എന്ത് ചെയ്യാം? നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കുന്ന പുസ്തകമാണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക, ഒരു 2 മിനിറ്റിന്റെ. നമ്മുടെ ഈ ഒരു മോർണിംഗ് മെഡിറ്റേഷൻ നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? 2 മിനിറ്റോ 1 മിനിറ്റോ ആയാലും കുഴപ്പമില്ല. ഡു ദാറ്റ് ആൻഡ് ഗെറ്റ് ദിസ് ബുക്ക്. ഈ ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമാക്കാം. ഓക്കെ, നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും. ഇറ്റ്സ് എ ഗിഫ്റ്റ്, ഗിവ് അവേ ആണ്. ഓക്കെ, സോ പോസ്റ്റ് ദാറ്റ് ഇൻ ദ ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള അഡ്മിന്മാർക്ക് എന്ത് ചെയ്യാം? അയച്ചു കൊടുക്കുക കേട്ടോ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരിക, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? വരിക, പങ്കെടുക്കുക കേട്ടോ. കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്.